ട്രിപ്പിൾ സെവൻ ഇത് കേക്ക്. ആ. യേശു ക്രിസ്തു വന്നിട്ട് ഇവനെ ട്രോൾ ചെയ്ത്, നിങ്ങളിൽ ഏതപ്പനുണ്ട് മക്കൾ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുന്നേ? നിങ്ങളിൽ ഏതപ്പനുണ്ട് മക്കൾ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്നേ? നിങ്ങളിൽ ഏതപ്പനുണ്ട് മക്കൾ മീൻ ചോദിച്ചാൽ പാമ്പിനെ പിടിച്ചു കൊടുക്കുന്നേ? ഉം. അപ്പം ഈ പണി കൊടുത്ത യഹോവയുടെ ട്രോൾ എന്നാ, മനസ്സിലായോ? യേശു ക്രിസ്തു ഞാനും അത് കോശിച്ചാനല്ല. അത് അത് പറഞ്ഞു തീർന്നിട്ട് ഞാനും കോശിച്ചാനും അല്ല സഹോദരാ, ഞങ്ങളുടെ മുൻഗാമി യേശു ക്രിസ്തുവാ. പുള്ളിയാ ഇത് തുടങ്ങി വെച്ചത്. ഈ നാറിയെ വലിച്ചിട്ടടിക്കാൻ തുടങ്ങിയത് യേശുവാണ്. ഈ ട്രോളിങ് തുടങ്ങി അല്ലേ? അതെ. യേശു പിന്നെ ഇവര് തുടങ്ങിയത് മറ്റേ ഈ ദാവീദ് ശലോമോനൊക്കെ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ടുണ്ട്. യഹോവ അതെ പറഞ്ഞതിന് നേരെ എതിരായിട്ട് പള്ളി നിറച്ച് പുള്ളി വിഗ്രഹം ഉണ്ടാക്കി വെച്ച് ചലഞ്ച് ചെയ്തിട്ടുണ്ട് യഹോവനെ ഈ ശലോമോൻ. അതെ. ക്രിസ്ത്യാനിറ്റി തുടങ്ങുന്നതിന് യഹോവയ്ക്ക് ട്രോളിക്കൊണ്ട്, അതറിയോ? യഹോവ പറഞ്ഞു ആഴ്ചയുടെ അവസാനത്തെ ദിവസം എന്റെ ശബത്ത് ശനിയാഴ്ച. നേരെ ഓപ്പോസിറ്റ് ആഴ്ചയുടെ ഒന്നാം ദിവസം ഞങ്ങളുടെ ഒന്നാം ദിവസം നേരെ ഓപ്പോസിറ്റ്. മനസ്സിലാക്കി ചോദിച്ചാ ഇപ്പോഴത്തെ ജനതയും കാണിക്കുന്നത് പഴയ തലമുറ എന്താ ആവർത്തിച്ച് അതന്നെ ഇപ്പോഴും ആവർത്തിച്ചിട്ടിരിക്കുന്നത്. ട്രിപ്പിൾ സെവനെ അപ്പൊ ഇങ്ങനെ ഈ വേശ്യാവസ്ഥ ചെയ്യിപ്പിക്കാനായിട്ട് വിട്ട ഒരു പിതാവാണ് പുള്ളി. അതുകൊണ്ട് ആദിമ സഭാപിതാക്കന്മാർ ഇങ്ങനെ ഗീതങ്ങൾ പാടി കുർബാനക്കൊക്കെ. കേക്ക് മെശിഹായോടേവം സാപ ചൊല്ലി വേശ്യാസ്ത്രീ ഞാൻ ദോർവ്രത എന്നെ നിർമ്മലമാക്കേണമേ താനുത്തരമവളോടോതി മാമോദീസ വെള്ളത്താൽ പവനയായി നീയൻ മണവാട്ടി സ്ഥാനം കൊള്ളുക. ഇതാണ് എന്റെ സത്യം. ഓക്കെ പാസ്റ്ററെ, അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അപ്പൊ നിങ്ങൾ പറഞ്ഞല്ലേ യേശുക്രിസ്തു ആണ് ഞങ്ങളുടെ ദൈവം, യേശുക്രിസ്തു ട്രോൾ ചെയ്യുന്നു. അപ്പൊ ഈ യേശുക്രിസ്തു പിതാവ് എന്ന് പറഞ്ഞാൽ ആരെയാണ്? എനിക്കുള്ള ചോദ്യം അതാണ്. $1 മില്യൺ ക്വസ്റ്റ്യൻ വരുന്നു. ചോദിച്ചാ പിടിച്ചോ. എനിക്കുള്ള ചോദ്യം അതായിരുന്നു കേട്ടോ. ഈ യേശുക്രിസ്തു യഹോവയെ ട്രോൾ ചെയ്യുന്നു പറഞ്ഞല്ലോ. അപ്പം ഈ യഹോവയുടെ തിരുവെഴുത്തുകളെ നിവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവര് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നുണ്ട്, എന്നിട്ട് യേശുക്രിസ്തുവിനെയും പിതാവിനെ ഒരുമിച്ച് ട്രോളിനുണ്ട്. അടിപൊളി. നമുക്ക് എന്താണെന്ന് പരിശോധിക്കാം. യേശുക്രിസ്തു പഴയ നിയമത്തിൽ നിവർത്തിച്ച കൽപ്പന ഏതായിരുന്നു? എല്ലാ കൽപ്പനയും നിവർത്തിച്ചിട്ടുണ്ടായിരുന്നു യേശുക്രിസ്തു. അതെങ്ങനെയാന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞു കേക്കട്ടെ. എങ്ങനെയാന്ന് പറ, ഓരോന്നെടുത്ത് പറ, ഓരോ കൽപ്പന നിവർത്തിച്ചു പറ. ഒന്ന് ഫസ്റ്റ് ഏതായിരുന്നു? നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. മറ്റതെല്ലാം എല്ലാവരും അതല്ലടാ വേറെ കാര്യം. നമ്മുടെ ഈ ഏഴോട് പോയിന്റ് വെക്കുന്നുണ്ട്. ഏഴോട് സംസാരിച്ചാൽ കുറച്ച് ക്ലാരിറ്റി കിട്ടുമായിരിക്കും. ട്രിപ്പിൾ സെവൻ അത്ര ബൈബിളിൽ അത്ര നോളജ്. ഏഴോട് എടുത്തോ. അല്ല, ആദ്യമേ ദൈവം പറഞ്ഞ വാഗ്ദത്തമാണല്ലോ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ആദ്യമായിട്ടുള്ള പ്രവചനം നിവർത്തിച്ചത് സ്ത്രീയുടെ സന്തതിയായി വന്നു പിശാചിന്റെ തലയെ തകർക്കും. പിശാചിന്റെ തലയെ തകർത്തു കഴിഞ്ഞാൽ പിന്നെ പിശാചുണ്ടോ? ഇല്ല, പിന്നെ പിശാചില്ല. അവര് പിന്നെ ഈ പെന്തക്കോസ്തുകാരനെ പിശാചിനെ യാസിക്കുന്നു. അല്ല, ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല നിങ്ങൾ ആരും. ഈ യഹോവ പിശാചാണെങ്കിൽ പിതാവെന്ന് വിളിച്ച ആര്? സ്ത്രീയുടെ കാര്യം കൊണ്ടുവന്നാ ഘോഷിച്ചായോ? അതിന്റെ ഒന്ന് ആൻസർ പറ. അല്ല, ഈ സ്ത്രീയുടെ കേസ് വിട്ടോ? സ്ത്രീയുടെ കേസ് അല്ലല്ലോ ഇവിടെ ആദ്യമേ ചോദിച്ചേ. അല്ല, ഇപ്പൊ അത് ചോദിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും സ്ത്രീയുടെ കാര്യം ചോദിച്ചിട്ടു. അതിനല്ലോ ഇപ്പൊ ചോദിച്ചാൽ ഉത്തരം പറഞ്ഞേ. ചോദ്യത്തിന് ഉത്തരം പറ. പിതാവ് ആരാ? പിതാവ് യേശുക്രിസ്തുവിന്റെ പിതാവ്. രണ്ട് പരിശുദ്ധാത്മ വായിച്ചത് ആരാ? യഹോവ പിശാചാണെങ്കിൽ പരിശുദ്ധാത്മ വായിച്ചത്. ആ പിതാവ് ആരാ? അപ്പൊ യഹോവ അല്ലേ പിതാവ്?
അതെങ്ങനെ യഹോവയാവുന്നത്? പിന്നെ ആരാ ഇത് രണ്ടും ആരാന്ന് ക്ലിയർ ആക്കിത്താ. അതെങ്ങനെ ഞാൻ യഹോവ പിതാവാന്ന് പറയാനുള്ള റീസൺ എന്താന്ന് പറഞ്ഞു കേക്കട്ടെ. ഇല്ല, ഞാനത് പറയുന്നില്ല, നിങ്ങളിൽ നിന്ന് കേൾക്കാനാ. നിങ്ങളിപ്പോ യഹോവയെ ട്രോൾ അല്ല, ചെയ്യുന്നു യഹോവ പറഞ്ഞാൽ അല്ലെന്ന് നമ്മൾ പറഞ്ഞല്ലോ. യഹോവയല്ല. പിന്നെ നമ്മൾ ആരാ ഒരാള് യേശുക്രിസ്തുവിന്റെ പിതാവാണ്, ആ ആരാ പിതാവിനെ ആരും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന് പറയുന്നത്. അപ്പൊ ഇവര് യഹോവയെല്ലാം കണ്ടിട്ടുണ്ടല്ലോ. ഇതൊരു ജെന്യൂൻ ചോദ്യമാണ് ചോദിക്കുന്നത്. 777-നും ചേട്ടാ ഇത് കേക്ക്, എന്റെ ഹൃദയം യേശുക്രിസ്തു പറഞ്ഞു, ഇത് കേക്ക്, എന്റെ പിതാവിനെ നിങ്ങൾ ആരും കണ്ടിട്ടില്ല. കറക്റ്റാണോ ഞാൻ പറഞ്ഞ കാര്യം? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. 1:18 അതെ. കറക്റ്റ്. അപ്പൊ യഹോവയെ പഴയ നിയമത്തിൽ മോശയും അഹ്റോനും ഇസ്രായേലിലെ മൂപ്പന്മാരും കാണുന്നുണ്ടല്ലോ. ശരി, എന്നാ പിന്നെ ഈ ന്യായാധിപന്മാർ പുസ്തകം 3:7 എഴുതിയിരിക്കുന്നത് ഇസ്രായേൽ മക്കൾ കർത്താവിന്റെ ദൃഷ്ടിയിൽ അനിഷ്ടമായി അവൻ അല്ല ചേട്ടാ, ഒരു തങ്ങളുടെ മിനിറ്റ്. ദൈവമായ അല്ല, രണ്ടുപേരൊക്കെ യഹോവയെ ജോബിന് കാണുന്നു. എടുക്കില്ല. ഒരു മിനിറ്റ്. ഈ ഇല്ല, പറഞ്ഞ ഞാൻ ഞാൻ പറഞ്ഞ വായിച്ചു ഇപ്പത്തെ വന്നോട്ടെ. ഒരു മിനിറ്റ്, ജോബിന് എടുക്കില്ല കേട്ടോ. ഒരു മിനിറ്റ്, അതൊക്കെ നമ്മൾ ഓരോന്ന് ചോദിച്ചുപോ, നമ്മളെല്ലാവരും ഓടിപ്പോലെ. യേശുക്രിസ്തു പറഞ്ഞു, എന്റെ പിതാവിനെ ആരും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല. അപ്പൊ ഇസ്രായേൽ മക്കള് മോശയും അഹ്റോനും 70 മൂപ്പന്മാരും കണ്ടത് ആരെയാണെന്ന് പറഞ്ഞു. ഞാൻ പറയാം കോശിച്ചായ. എടാ ജോബിനെ മ്യൂട്ട് ചെയ്യടാ, ഏണോർക്കല്ലേ ഒരാള് പറട്ടെ. ഒന്നുകൂടി ഒന്ന് ചോദിക്കുമോ? പറഞ്ഞു പറഞ്ഞു, അത് ആരെയാ കണ്ടതെന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നത് അത് ക്രിസ്തുവിനെ കണ്ടേ, പ്രീ എക്സിസ്റ്റന്റ് ക്രൈസ്റ്റ്. അവിടെ പിന്നെ യഹോവന്നല്ലേ എഴുതി വെച്ചേക്കണേ. എന്നാ പിന്നെ നിങ്ങളെല്ലാം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം കളയേണ്ടി വരും. കാരണം അവിടെ ഏഞ്ചൽ ഓഫ് ഹിസ് പ്രസൻസ് അല്ലെങ്കിൽ ഏഞ്ചൽ ഓഫ് ഗോഡ് എന്നാ പറയുന്നത്. ശിവചാൻ പോയെ കംപ്ലീറ്റ് എല്ലായിടത്തും അപ്പൊ യേശുക്രിസ്തു അല്ലേ ഇപ്പൊ നിൽക്കുന്നത്? അതെ. അപ്പൊ യേശു ക്രിസ്തുവിലും വിശ്വസിക്കാൻ പാടില്ല ആരും. ഒരു മിനിറ്റ്. അപ്പൊ ഈ യേശുക്രിസ്തുവിനെ അയച്ചത് ആരാണ്? യേശു ക്രിസ്തുവിനെ അയച്ചത് പിതാവ്. ആ പിതാവ് എവിടെയാ? ആ പിതാവാണ് യേശു ക്രിസ്തുവിൽ കൂടെ ഈ ദൂതനായിട്ട് വന്ന് മുൾപ്പെട്ട ഏഞ്ചൽ ഓഫ് ദ ലോർഡ് എന്നല്ലേ പറയുന്നത്. ഏഞ്ചൽ ഓഫ് ദ ലോർഡ് സ്പോക്ക് ടു മോസസ്, ഐ ആം ദ ഗോഡ് ഓഫ്. ശരിയാവുന്നില്ലല്ലോ ചെയ്യണേ, ഇത് മൊത്തത്തിൽ കുഴക്കുകയുള്ളൂ. എക്സോഡസ് അല്ലല്ല, നിങ്ങൾ പറഞ്ഞ് കുഴക്കുകയാണ്. അതായത് നമ്മള് വായിച്ചു നോക്കുന്നതല്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഈ പിതാവിനെ ആരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു ഞാൻ ചോദിച്ചു ഈ യഹോവയെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ പറഞ്ഞു അത് യേശുക്രിസ്തുവാന്ന് പറഞ്ഞു. ഈ കണ്ടത് അപ്പൊ ഈ ഇത് കേക്ക്, പറയുന്നത് കേക്ക്. അപ്പൊ യേശുക്രിസ്തുവിനെ അയക്കുമെന്ന് പഴയ നിയമത്തിൽ പറയുന്നുള്ളൂ. അത് ആരാണ് ഈ അയച്ചത്? യേശുക്രിസ്തുവിനെ അയച്ചത് പിതാവ്. അതല്ലേ ഞാൻ പറഞ്ഞേ, പിതാവ്. അത് പിതാവല്ലല്ലോ. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന യഹോവയല്ല യേശുക്രിസ്തു ആണെന്നല്ലേ ഇപ്പൊ സാറ് പറഞ്ഞേ? അതെ. യെസ്. അപ്പൊ യേശുക്രിസ്തു പറയാൻ പറ്റത്തില്ല, ക്രിസ്തു. ക്രിസ്തു. അപ്പൊ അവിടെ യഹോവ ഇല്ല. ക്രിസ്തു തന്നെയാണ് യഹോവ. അവരനുഗമിച്ച പാറ ക്രിസ്തു. ഇതെന്തോ സാറേ ഇത് മൊത്തത്തില് ഇതൊരു ബാലചന്ദ്രന്റെ അവരനുഗമിച്ച ക്രിസ്തു എന്ന് പറഞ്ഞിട്ട് താഴെ അതൊരു ഉപമയായിട്ട് പറഞ്ഞിട്ടില്ലേ? ഇല്ലില്ല, അതായിക്കോട്ടെ, അത് കുഴപ്പമില്ല. ഇപ്പൊ നമ്മളിവിടെ യഹോവ വിഷയമല്ലേ, യഹോവ യേശുക്രിസ്തുവിന്റെ പിതാവാണെന്നുള്ളതാണല്ലോ വാദം. അപ്പൊ നമ്മൾ അതല്ലേ എടുക്കട്ടെ. ഒരു കാര്യം ഞാൻ പറയാം. ഇതിനകത്ത് നിങ്ങളെല്ലാം മൈൻഡ് തിരുത്താൻ പറ്റിയ ഒരു സംഭവം ഞാൻ പറയാം. ക്രിസ്തു യഹോവ ആയിക്കഴിഞ്ഞാൽ സകല മുഴങ്കാലും യഹോവയുടെ മുമ്പിൽ മടങ്ങും, അശേരെ വഴങ്ങും. അല്ല, ക്രിസ്തു യഹോവ ആക്കണ്ടേ നമുക്ക്? അത് അങ്ങനെ ചുമ്മാ അങ്ങ് പറഞ്ഞാൽ മതിയോ ചേട്ടാ? അത് എന്തേ പറയുന്നേ? അങ്ങനെ വെറുതെ അങ്ങ് പറഞ്ഞങ്ങ് ആവൂ. ഇപ്പൊ ചേട്ടന്റെ വാദമല്ല അത് യഹോവ ക്രിസ്തുവാണ്. ചേട്ടാ ഇത് കേക്ക്, നിങ്ങളൊരു വാദമാണ് വെച്ചത്. ഇത് കേക്ക്, അത് മടക്കാം, നമുക്ക് സമയമുണ്ട്. നമുക്ക് മടക്കാൻ ഇനിയുണ്ടല്ലോ, സമയം ഇഷ്ടം പോലെ ഇരിക്കുകയില്ല. നമുക്ക് മടക്കാം, എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് മടക്കാം. ഇവിടെ ഇപ്പൊ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ നിങ്ങൾ പറഞ്ഞു ഇപ്പൊ യഹോവ തന്നെയാണ് യേശു അല്ലെങ്കിൽ ക്രിസ്തു എന്ന് പറഞ്ഞു. കറക്റ്റ് അല്ലേ? അത് കറക്റ്റ് ആണല്ലോ. പഴയ നിയമത്തിൽ കാണുന്ന യഹോവ എന്നുള്ളത് ക്രിസ്തുവാണ്. ഓക്കെ. അപ്പൊ ഈ പുതിയ നിയമത്തിലുള്ള ഈ ക്രിസ്തുവിനെ അയച്ചത് ആരാണ്? പിതാവിനെ ആരും കണ്ടിട്ടില്ല. ഇല്ല. അപ്പൊ പിതാവ് ഇപ്പൊ എവിടെയുണ്ട്? പിതാവ് പഴയ നിയമത്തിലുണ്ടോ? അപ്പൊ ശരി. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം ഇപ്പൊ യഹോവയാണ് ക്രിസ്തു എന്നുള്ള ഒരു വാദമുള്ളൂ. ഇപ്പൊ അത് നമുക്ക് പരിഹരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ പഴയ നിയമത്തില് ഈ പാമ്പിനെ വിട്ട് കടിപ്പിക്കുന്നത് യേശുവായിരുന്നു, ക്രിസ്തുവായിരുന്നു? ഇവര് പാമ്പിനെ വിട്ട് കടിപ്പിക്കും. മരുഭൂമിയിലെ പാമ്പിനെ അഗ്നിസർപ്പത്തെ അയച്ച് കടിപ്പിക്കുന്നുണ്ടല്ലോ, അത് ഈ ക്രിസ്തുവാണോ?
അത് ക്രിസ്തുവിന്റെ നിഴൽ, എന്തിനു പറയുന്നത്, ഫോർ ഷാഡോ അല്ലേ പറയുന്നത്. മനസ്സിലായില്ല. ആ ഒരു വിഷയത്തെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല കേട്ടോ. പിച്ചള ചെറുപ്പത്തിൽ അതെ, ക്രിസ്തു മിശിഹ തന്നെ. വേറെ ആരാണ് മിശിഹ തന്നെ? മിശിഹ തന്നെയാണ് എടാ പിതാവ്. ജോബിനെ, പിതാവ് എടാ നീ പിതാവ് ഇടയ്ക്ക് എടാ പൊന്നുമോനെ, എടാ ഒന്ന് അടങ്ങടാ, നമ്മളിവിടെ ഉണ്ടല്ലോ എപ്പോഴും. ചേട്ടാ പറയട്ടെ അത് ആ ഇവന്റ് അറിയത്തില്ല എന്താന്നല്ലേ. ഇല്ല, പിച്ചള ചെറുപ്പത്തെ ഉയർത്തി ഉം. മോശ, അതെനിക്കറിയാം. ആ ഉയർത്തിയത് ക്രിസ്തുവിന്റെ ഇതാണ്. അല്ല, അയച്ചത് ആരാന്നാ ഞാൻ ചോദിച്ചത്. അയച്ചത് ക്രിസ്തു ആണല്ലോ അപ്പൊ. ഇതെല്ലാം ചെയ്യുന്നത് ദൈവം തന്നെ. അപ്പൊ അതായത് പിച്ചള സർപ്പത്തെ, ഈ പാമ്പിനെ അയക്കുന്നത് ക്രിസ്തു തന്നെ, എന്നിട്ട് അവിടെ പിച്ചള സർപ്പത്തെ ഉയർത്തുന്നത് ക്രിസ്തുവിന്റെ നിഴല്, അങ്ങനെയാണ് അതെ പറയുന്നത്. അതെ അതെ ആ അപ്പൊ യേശുക്രിസ്തു ആണ് അപ്പൊ ഈ പാമ്പിനെ വിട്ട് കടിപ്പിക്കുന്നത് അല്ലെ. യേശു ക്രിസ്തു. അതെ 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 യഹോവ. ക്രിസ്തു, അതായത് നമുക്ക് ഇവിടെ ഇപ്പൊ യേശുവിൽ നിൽക്കുന്ന ആ വ്യക്തിത്വം തന്നെ, അത് മനസ്സിലായി നമുക്ക്. ക്ലിയർ. യേശു ക്രിസ്തു തന്നെ നമുക്ക് എടുക്കുമ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. യേശു എന്ന് പറഞ്ഞുള്ള പേര് അവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് പറയുന്നില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവര് ചോദിച്ചെന്തായിരുന്നു? മീനല്ലേ ചോദിച്ചത്? അതെ 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 മീൻ ചോദിച്ചപ്പോ പാമ്പിനെ ആര് കൊടുക്കുന്നു? ഈ ക്രിസ്തു അയക്കുന്നു. കറക്റ്റ് അല്ലേ? അപ്പൊ ഈ പുതിയ നിയമത്തിൽ വരുമ്പോ ഈ ക്രിസ്തു തന്നെ പറയുകയാണല്ലോ, നിങ്ങള് പാപികളും ദോഷികളുമായ നിങ്ങളുടെ മക്കൾക്ക് നല്ലതാങ്ങൾ കൊടുക്കുന്നു. നിങ്ങളിൽ ആരെങ്കിലും മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ ക്രിസ്തു അത് ചെയ്തെങ്കിൽ പുള്ളിക്ക് ഇത് പറയാൻ എന്താണ് അത് അർഹതയുള്ളത്? എന്നിട്ട് പറയാണ്, പാപികളും ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ലതാങ്ങൾ കൊടുക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് എത്രയധികം കൊടുക്കുന്നു. അപ്പൊ ഇതെങ്ങനെയാ ഇത് ചേർന്ന് നിൽക്കുന്നത്? പുള്ളിക്ക് സൈക്കോ പ്രശ്നം ഉണ്ടോ? അത് ഇത് രണ്ടു പേരാണോ? പുള്ളിക്ക് സൈക്കോ പ്രശ്നത്തിന്റെ അല്ലല്ലോ അവിടെ പിന്നെ എന്താ അങ്ങനെ പറയുന്നത്? പിതാവിനെ അവിടെ ഉയർത്തുക. ഒരു വാക്യം നമുക്കറിയാമോ? ഇവിടെ മോശയോട് ദൈവം അല്ലല്ല, നമുക്ക് പിതാവിനെ നമുക്ക് ഉയർത്താൻ ചേട്ടാ. നമുക്ക് പിതാവിനെ നമുക്ക് ഉയർത്താൻ സമയമുണ്ട്. നമുക്ക് ഇത് കേക്ക്. അല്ല, അതല്ല, എനിക്ക് അതൊന്നും അറിയണ്ടേ. ഞാൻ ചോദിക്കുന്നത് ഇത്, അതിലേക്ക് പോരുത് ചേട്ടാ. ഇത് കേക്ക്, ഞാൻ അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഞാൻ പറയട്ടെ, നമുക്ക് മുട്ടുകാലം മുടക്കാം. ഞാനിത് പറഞ്ഞു തരത്തോട്ടെ. ഞാൻ നിങ്ങളോട് ക്ഷമിക്കും. ദൈവം പറയാം, ഞാൻ നിങ്ങളോട് ക്ഷമിക്കും. പക്ഷെ നിങ്ങളുടെ കൂടെ വരുന്ന ദൂതൻ അവൻ നിങ്ങളോട് ക്ഷമിക്കത്തില്ല. മനസ്സിലായി? അപ്പൊ കൂടെ വന്ന ദൂതൻ പ്രീ എക്സിസ്റ്റന്റ് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടുന്ന് എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ, സത്യമായിട്ട് പറയാം. ഇപ്പൊ പറഞ്ഞ ഒരു കാര്യം പിടിയിട്ടില്ല. ദൈവം മോശയോട് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളുടെ കൂടെ വരും. പക്ഷെ നിങ്ങളുടെ ആ ഈ കൂടാരത്തിന്റെ പരിസരമൊക്കെ വൃത്തിഹീനമായിട്ട് കിടന്നാൽ ഞാൻ ക്ഷമിക്കും, പക്ഷെ കൂടുള്ള ദൂതൻ ക്ഷമിക്കത്തില്ല. നമുക്ക് അത് ക്ലീൻ ചെയ്യാം. പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാം. ഞാൻ ഈ പാമ്പിന്റെ കേസ് ഒന്ന് ക്ലിയർ ചെയ്യും. നമുക്കത്, ഈ പാമ്പിനെ അയക്കുന്നത് ഈ ക്രിസ്തുവാണ്. ഈ കടിയേറ്റും അല്ല അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ കൂടെ പറയുന്നേ. അല്ല, അത് കുഴപ്പമില്ല. അത് പുള്ളി എന്തെങ്കിലും പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. ഇതിപ്പോ യേശു പലതും മാറി കളിക്കും, അത് കുഴപ്പമില്ല. യേശു എടുക്കുന്നില്ല, പുള്ളി എല്ലാം ക്രിസ്തുവിനെ കയറ്റുന്നത്. ഞാൻ ചോദിക്കുന്നത്, എനിക്ക് എല്ലാവരും മിക്സ് ചെയ്യുമ്പോൾ പറ്റത്തില്ല കേട്ടോ. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഈ മീൻ ചോദിച്ചു, ഇസ്രായേൽ മക്കളെ മീൻ ചോദിച്ചപ്പോ ഈ ക്രിസ്തു ദേഷ്യം പിടിച്ചിട്ട് പാമ്പിനെ കൊടുക്കുവാണ്, പുള്ളിയുടെ ക്രോപം കൊണ്ട്. അപ്പൊ ഈ കാര്യം ഇവിടെ പുതിയ നിയമത്തിൽ ക്രിസ്തു വരുമ്പോ ഇതേ കാര്യം തന്നെ പുള്ളി എൻഡോസ് ചെയ്യാണ്, ഇതങ്ങനെ ചെയ്യത്തില്ലെന്ന്. അപ്പൊ ഈ യേശു അങ്ങനെ ചെയ്യുന്നവനാണെന്നാണ് പുള്ളി പറയുന്നത്. അതായത് ഈ ലോകത്തുള്ള ദോഷികളും പാപികളെക്കാളും ദോഷികളും പാപികളായ നിങ്ങളുടെ പിതാക്കന്മാരെക്കാൾ വൃത്തികെട്ടവനാണ് ഈ ഞാൻ എന്നാണ് പുള്ളി പറഞ്ഞവിടെ. ഇല്ല, അവിടുത്തെ കോണ്ടെക്സ്റ്റ് എന്തോ വായിച്ചു. നമ്മുടെ ഈ കോണ്ടെക്സ്റ്റ് എന്താ പറഞ്ഞു? ദൈവം മോശയെ അവിടെ പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാക്കി വെച്ചിരിക്കും അല്ലെ? ഈ സംഖ്യാപുസ്തകം 6 നീ ഞങ്ങളെ എന്തിനാ മിസ്രൈമിൽ ചാകാനാന്ന് കൊണ്ടുവന്നെന്നുള്ള ഒരു ചോദ്യം മോശയോട് പിറുവിറുത്തു. വെള്ളവും ഡീറ്റെയിൽ ഒന്നും വേണ്ട കേട്ടാ, മോശയോട് പിറുവിറുത്തു. അപ്പൊ അവിടെ അതിനുശേഷം കാണുന്നത് the Lord sent fiery serpents among the people and they bit many of the people of Israel. ഈ ലോർഡ് എന്ന് പറഞ്ഞ ഈ ക്രൈസ്റ്റ് അല്ലേ ചേട്ടൻ പറയുന്നത്? അതെ ക്രിസ്ത്യൻ. ക്രൈസ്റ്റ്, ഈ ക്രൈസ്റ്റ് അല്ലേ ഇവിടെ നിന്നിട്ട് ഈ പറയുന്നത് നിങ്ങളുടെ ദോഷം അല്ല? ആ ക്രൈസ്റ്റ് തന്നെയല്ലേ ഇവിടെ വന്ന് നിന്ന് പറയുന്നത്, ശരീരത്തിൽ നിന്ന് പറയുന്നത്? അവരും അവന്റെ സ്വന്തത്തിലേക്ക് വന്നു. വചനം അത് ക്ലിയർ. ഓക്കെ. നമുക്ക് ഇത് ആളെ മാറിപ്പോയിരിക്കാൻ വേണ്ടി, ഇത് തെക്കും തിരക്കും ഒത്തിരി ആൾക്കാർ നിൽക്കുന്നുണ്ട്, പെട്ടെന്ന് മാറിപ്പോരുത്. കണക്ട് ചെയ്യും. അതെ. അതായത് ചേട്ടൻ പറയുന്നത് ഇവിടെ ഈ പുരുഷാരത്തിന്റെ മധ്യത്തിൽ നിന്ന് യഹൂദന്മാരോട് പറയുന്ന ഈ യേശു എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ ക്രൈസ്റ്റ് തന്നെയാണ് പഴയ നിയമത്തിൽ പാമ്പിനെ വിട്ട് കടിപ്പിക്കുന്നത്. ആബ്സല്യൂട്ട്ലി. അപ്പോ ഈ യേശു പറയാണ്, പാപികളും ദോഷികളുമായ എന്ന് പറഞ്ഞ ഈ ആൾക്കാരെ നോക്കിയിട്ട് പറയാണ്, നിങ്ങൾ പാപികളും ദോഷികളും പാപികളാണ്, വിവരലത്തന്മാരാണ്,
നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ആരെങ്കിലും മീൻ ചോദിച്ചാൽ പാമ്പിനെ വിട്ട് കടിക്കുമോ എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ ചെയ്യത്തില്ല എന്ന് ഉറപ്പിച്ചു പറയുക. കാരണം നിങ്ങൾ ഇത്ര അതെ. ദുഷ്ടന്മാരാണെങ്കിലും നിങ്ങളുടെ മക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കൂന്ന് പറയാണ്. അങ്ങനെയെങ്കിൽ എന്റെ സ്വർഗസ്ഥനായ പിതാവ് എത്രയധികം. അപ്പൊ ഇവിടെ സ്വർഗസ്ഥനായ പിതാവും കൊള്ളാം, ഈ പറയുന്ന ഈ കേട്ടോണ്ടിരിക്കുന്ന ജനങ്ങളും കൊള്ളാം. ഇവർ രണ്ടുപേരും ഡീസന്റ് ആണ്. പക്ഷെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ക്രിസ്തു വെറും വൃത്തികെട്ടവന് നാറിയാന്നല്ലേ ഇപ്പൊ ചേട്ടൻ പറഞ്ഞത്. വെറും വൃത്തികെട്ടവനെന്ന് അറിയല്ല, ഈ ആ ദൈവത്തിന്റെ ആ രക്ഷണ പ്രവൃത്തിയിലുള്ള ഒരാളായിരുന്നു മോശയെ അവരുടെ ഇത് ചെയ്തപ്പോൾ ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് അയച്ചത് അല്ലേ. അപ്പൊ അവര് പുറകുറുക്കാനും നിരന്തരം ഈ പരിപാടി ആ വാക്യം മാത്രമല്ല, നമ്മൾ സബ് ടെക്സ്റ്റിലെ മേളിലുള്ള വാക്കുകളെല്ലാം നോക്കുമ്പോൾ അവർ പുറകുറുക്കും നിരന്തരം, ഞങ്ങളെ എന്തുകൊണ്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ ആ പ്രോസസ്സിന്റെ അന്ത്യത്തിലാണ് നമ്മൾ ഈ വാക്യം വായിക്കുന്നത്. അങ്ങനെ യഹോവ എന്ത് ചെയ്തു? ഹി സെൻഡ് ദ സ്നേക്സ്, ഫിയറി സർപ്പൻസ്. ക്രിസ്തു അല്ലേ, ക്രിസ്തു ആണല്ലോ, അതല്ലാതെ വളരെ ഒറ്റ ക്രിസ്തു. വാക്യം എടുത്ത് ദൈവം അനീതി ഉള്ളവനാണെങ്കിൽ ഇത്രയും വർഷം അവർക്ക് എത്ര ടണ്ണ് കണക്കിന് ഫുഡാ കൊടുത്തത്? അതെന്താ നമ്മൾ ചിന്തിക്കുക? ചേട്ടാ അതിലൊന്നും കാര്യമില്ല ചേട്ടാ. അയ്യോ, സിറ്റുവേഷൻ അതിലൊരു മാറിയാലും കാര്യമില്ല. ഇവിടെ ദോഷികളും വെറും വൃത്തികെട്ടവരും ദൈവചിന്ത ഇല്ലാത്തവൻ വരെ എന്ത് ചെയ്യാണ്, മക്കള് ചോദിക്കുമ്പോൾ കൊടുക്കുവാണ്, അതിനെ എൻഡോസ് ചെയ്യാണ്. അതായത് പിതാവാൻ ദൈവം ഇതിനേക്കാളെല്ലാം മുകളിലാന്ന് അതെ, കാണിക്കാൻ വേണ്ടിയിട്ട് കമ്പാരിഷൻ പറയുന്നത് പാപികളും ദോഷികളുമായ ഒരു ജനത്തെ നോക്കിയിട്ടാണ്. ആ ജനം തന്റെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കുന്നു. അത്ര തെണ്ടിയും നാറി ആണെങ്കിലും പോലും സ്വന്തം മക്കൾക്ക് എന്ത് ചെയ്യുന്നു, അവർ മീൻ ചോദിച്ചാൽ കൊടുക്കും. ആ സിറ്റുവേഷൻ അല്ല അവിടെ. പക്ഷെ ഇവിടെ പഴയ നിയമത്തിൽ അവർ മീൻ ചോദിച്ചപ്പോ പുള്ളിക്ക് കലിപ്പ് കയറിയിട്ട് പാമ്പിനെ വിട്ട് കടിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾ പറയുന്നത് ആ യഹോവ തന്നെയാണ് ക്രിസ്തു എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുള്ളി സെൽഫ് ട്രോളല്ലേ ചെയ്യുന്നത്? അതൊക്കെ ഇതാണ് എന്റെ നിങ്ങൾ ചോദ്യം. ഉപയോഗിക്കുന്ന ഒരു വാക്കുകളായി ട്രോള്. അത് ഉപയോഗിക്കുന്നല്ലോ, പുള്ളി സ്വന്തം വചനത്തിൽ കാലിൽ വെടിവെക്കില്ല. അപ്പൊ യോഹൻ സ്വന്തം അപ്പോസ്റ്റൽ എന്താ പറഞ്ഞു? അവനോ അവന്റെ സ്വന്തത്തിൽ വന്നു. നിങ്ങളുടെ എല്ലാം വിശ്വാസത്തെ എടുത്ത് കളയാൻ പറ്റാ ഞാൻ ഇനി പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സാധനം ഈ എടുക്കാം. ഇനി പറയുന്ന അത് ക്രിസ്തു ചേട്ടനകത്ത് അല്ല. വട്ടം കറിക്കോട്ട് അല്ല, ചേട്ടനകത്ത് വട്ടം കറിയിട്ട് കാര്യമില്ല. അത് കറുത്ത പറയട്ടെ, വെടിക്കിട്ട് ഇത് ഇത് അല്ല, ഇനി അത് കറുത്ത ഇത് ചേട്ടൻ എടുക്കില്ല. അത് സോറി, ചേട്ടാ ഇത് മോശമാണ്, അത് എന്നെ ഞാൻ എടുക്കില്ല ചേട്ടൻ, അത് കഴിഞ്ഞു.